നമസ്കാരം. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ തുടർച്ചയായ രണ്ടാം മാസവും റെക്കോർഡ് തീർത്ത് ഇന്ത്യ. ജൂലൈയിൽ മാത്രം 5.5 ബില്യൺ യൂറോയുടെ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ വ്യാപാരികൾ ഇറക്കുമതി ചെയ്തത്. അതിനിടെ തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ വധഭീഷണി ഉണ്ടായെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനെ തുടർന്ന് ട്രംപിന്റെ യാത്രയിൽ നിർണായക മാറ്റം ഉണ്ടായെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരായ ഉപരോധ ഭീഷണിയെ ലഹരി എന്ന് പരിഹസിച്ച് ടെഹ്റാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തുർക്കി, സൗദി, പാകിസ്ഥാൻ ത്രികക്ഷി പ്രതിരോധ കരാറിന് കുവൈറ്റിന്റെ പിന്തുണയും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ജൂലൈയിൽ തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ വധഭീഷണി ഉണ്ടായതായി റിപ്പോർട്ട്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹം സഞ്ചരിക്കേണ്ടിയിരുന്ന എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് ട്രംപിനെ രഹസ്യമായി മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയാണ് യാത്ര നടത്തിയതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. കാറ്ററിംഗ് ട്രക്കിൽ കയറ്റിയാണ് പ്രസിഡന്റിനെ ചെറിയ സൈനിക വിമാനത്തിൽ കയറ്റിയത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒരു നാടകം തന്നെ ഒരുക്കിയാണ് സുരക്ഷാ ഏജൻസികൾ ഈ ഓപ്പറേഷൻ നടപ്പാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തർ സമ്മാനിച്ച ബോയിംഗ് 7478 വിമാനത്തിലാണ് ട്രംപ് ഉച്ചകോടിക്കായി അങ്കാറയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി തിരികെ പോകുമ്പോൾ വിമാനം മാറാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനാൽ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പോകുന്നത് എയർഫോഴ്സ് 1 വിമാനത്തിലായിരിക്കുമെന്നത് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം കടുപ്പിക്കുമെന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭീഷണിയെ പരിഹസിച്ച് ഇറാൻ രംഗത്തെത്തി. ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അമേരിക്കയ്ക്കിപ്പോൾ ഒരു നയമല്ല, മറിച്ചതൊരു ലഹരിയായി മാറിയിരിക്കുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാനെ ശ്വാസം മുട്ടിക്കുകയാണെന്ന US ട്രഷറി സെക്രട്ടറിയുടെ അവകാശവാദത്തിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര തലത്തിൽ പരാജയപ്പെടുമ്പോഴെല്ലാം ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ പതിവ് ശൈലിയാണെന്ന് വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. ഡിജിറ്റൽ ആസ്തികളെയും സമാന്തര ബാങ്കിംഗ് സംവിധാനങ്ങളെയും ഇറാൻ ആശ്രയിക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക നടപടികൾ വിജയിക്കുന്നതിന്റെ തെളിവാണെന്ന് സ്കോട്ട് ബെസന്റ് അവകാശപ്പെട്ടിരുന്നു. ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കി, സൗദി, പാകിസ്ഥാൻ ത്രികക്ഷി പ്രതിരോധ കരാറിന് കുവൈത്ത് പിന്തുണ പ്രഖ്യാപിച്ചു. മക്കയിൽ ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിനാണ് കുവൈത്ത് പിന്തുണ അറിയിച്ചത്. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരായ സായുധാക്രമണം 3 പേർക്കെതിരായ ആക്രമണമായി കണക്കാക്കുന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. കൂട്ടായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുമായാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തുടർച്ചയായ രണ്ടാം മാസവും റെക്കോർഡ് നിലവാരത്തിലെത്തി. ജൂലൈയിൽ ഇന്ത്യൻ വ്യാപാരികൾ 5.5 ബില്യൺ യൂറോയുടെ റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. ജൂൺ മാസത്തെ അപേക്ഷിച്ച് 2.1% വർധനയാണ് രേഖപ്പെടുത്തിയത്. ജൂലൈയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ ആകെ ഫോസിൽ ഇന്ധനങ്ങളുടെ 87% ക്രൂഡ് ഓയിലാണ്. ജൂണിൽ ഇന്ത്യ 4.5 ബില്യൺ യൂറോയുടെ റഷ്യൻ ക്രൂഡ് ഓയിലാണ് വാങ്ങിയത്. 2022 റഷ്യ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം പാശ്ചാത്യ ഉപരോധങ്ങളും യൂറോപ്യൻ ഉപഭോക്താക്കളുടെ പിന്മാറ്റവും മൂലം റഷ്യ ഏഷ്യൻ റിഫൈനറികൾക്ക് വലിയ വിലക്കിഴിവ് വാഗ്ദാനം ചെയ്തതോടെയാണ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുത്തനെ ഉയർന്നത്. 2021 ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ആകെ ഇറക്കുമതിയുടെ 2.5% മാത്രമായിരുന്നു. 2023 ആയപ്പോഴേക്കും ഇത് 39%. ഇപ്പോൾ ഇത് 55.5% ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം പ്രതിദിനം 2.8 ദശലക്ഷം ബാരൽ എന്ന റെക്കോർഡ് അളവിലാണ് ഇറക്കുമതി ചെയ്തത്. ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. ജൂലൈയിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില ബാരലിന് $60.22 നിലവാരത്തിലായിരുന്നു. ദോഫാറിലെ ഹല്ലാനിയാത്ത് ദ്വീപുകൾക്ക് സമീപം കുടുങ്ങിയ കപ്പലിൽ നിന്നുള്ള എണ്ണച്ചോർച്ച വ്യാപിക്കുന്നു. എണ്ണപ്പാട വടക്കുകിഴക്ക് ദിശയിൽ നീങ്ങി
ഒമാൻ തീരത്തോട് 7 കിലോമീറ്റർ വരെ അടുത്തെത്തിയിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിൽ ഇത് 121 കിലോമീറ്റർ കൂടി നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുജന സുരക്ഷയ്ക്കും ഡീസാലിനേഷൻ പ്ലാന്റുകൾക്കും നിലവിൽ ഭീഷണിയില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6-ന് കടലിനടിയിൽ തട്ടി കുടുങ്ങിയ കാമറൂൺ പതാകയുള്ള കരോലിൻ ബെസെൻജി ക്രൂഡ് ഓയിൽ ടാങ്കറുകളിൽ നിന്നാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. 274 മീറ്ററിലേറെ നീളവും 48 മീറ്റർ വീതിയുമുള്ള കപ്പലാണിത്. ഏറ്റവും പുതിയ നിരീക്ഷണത്തിൽ എണ്ണപ്പാട 390 ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചിട്ടുണ്ട്. ഇത് ചോർന്ന എണ്ണയുടെ അളവല്ലെന്നും എണ്ണപ്പാട കണ്ടെത്തിയ കടൽ പ്രദേശത്തിന്റെ വിസ്തൃതിയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കാറ്റും കടൽ പ്രവാഹവും അനുസരിച്ച് എണ്ണയൊഴുക്കിന്റെ ദിശയിലും വ്യാപ്തിയിലും മാറ്റമുണ്ടാകാം. കട്ടിയേറിയ ഭാഗങ്ങൾ റാസ് മദ്രഗിയുടെ പ്രവേശന ഭാഗത്തേക്ക് നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, വിമാന നിരീക്ഷണം, കടൽ പരിശോധന, പരിസ്ഥിതി മാതൃകകൾ എന്നിവ ഉപയോഗിച്ചാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. ഭൂമിയും ചന്ദ്രനും ഒരൊറ്റ ഫ്രെയിമിൽ വരുന്ന അമ്പരപ്പിക്കുന്ന ടൈം ലാപ്സ് വീഡിയോ പങ്കുവച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ. ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിന്റെ ജനാലയിലൂടെ പകർത്തിയതാണ് ഈ ദൃശ്യം. ടൈം ലാപ്സിൽ ഏകദേശം 0.45 സെക്കൻഡിൽ ഓറിയോണിന്റെ ഉദയം കാണാൻ കഴിയും. ടൈം ലാപ്സിനായി ദൃശ്യങ്ങളുടെ വേഗതയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 15 mm ലെൻസും അപ്പർച്ചർ പ്രയോറിറ്റിയും ഓട്ടോ ISOയും ഉപയോഗിച്ചാണ് ദൃശ്യം പകർത്തിയത് എന്നും അനിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ബഹിരാകാശത്തിന്റെ ഇരുട്ടിൽ ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് ദൃശ്യമാകുന്ന അതിമനോഹരമായ വീഡിയോ ആണിത്. ജൂലൈയിലാണ് റഷ്യൻ പേടകത്തിൽ അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. ഒറ്റപ്പാലത്ത് കുടുംബ വേരുകളുള്ള എമർജൻസി മെഡിസിൻ ഡോക്ടറും മെക്കാനിക്കൽ എഞ്ചിനീയറുമായ അദ്ദേഹം തന്റെ ആദ്യ ബഹിരാകാശ നടത്തം കഴിഞ്ഞയാഴ്ച വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ തള്ളി US കോടതി. ഗൗതം അദാനി, മരുമകൻ സാഗർ അദാനി, അദാനി ഗ്രീൻ മുൻ CEO വിനീത് ജെയിൻ എന്നിവർക്കെതിരായിരുന്നു കേസ്. ഇവർക്കെതിരെ ചുമത്തിയ കൈക്കൂലി കേസ് അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കീഴിലെ നിയമവകുപ്പ് തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് ബ്രൂക്ലിൻ ആസ്ഥാനമായ US ഡിസ്ട്രിക്ട് കോടതി US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹർജി അംഗീകരിച്ച് ക്രിമിനൽ കേസ് റദ്ദാക്കിയത്. കഴിഞ്ഞ 2 വർഷത്തോളമായി നിലനിന്നിരുന്ന നിയമ നടപടികൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. സത്യത്തിലും നീതിയിലും നിയമവ്യവസ്ഥയിലും ഉറച്ചുനിന്നതിന്റെ നേട്ടമാണ് ഇതെന്ന് വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗൗതം അദാനി എക്സിൽ പ്രതികരിച്ചു. 2024-ലായിരുന്നു ഗൗതം അദാനിക്കെതിരെ നിയമവകുപ്പ് ക്രിമിനൽ കേസെടുത്തത്. ഇന്ത്യയിൽ വൈദ്യുതി വിതരണ കരാർ ലഭിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തെന്നും അത് മറച്ചുവെച്ച് അമേരിക്കയിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ചുവെന്നുമായിരുന്നു കേസ്. വേനൽക്കാല സീസണിന്റെ അവസാനത്തോടനുബന്ധിച്ച് വിമാന ടിക്കറ്റ് നിരക്കിൽ 30% വരെ ഇളവ് പ്രഖ്യാപിച്ച കുവൈത്തി വിമാന കമ്പനിയായ ജസീറ എയർവേസ് ഓഗസ്റ്റ് 15 വരെ തീയതികളിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സെപ്റ്റംബർ 30 വരെ തീയതികളിലെ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ J9SUM30 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കണമെന്ന് ജസീറ എയർവേസ് ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. 30% വരെ വലിയ ഇളവുകൾ നൽകുന്നതിലൂടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാനും വേനൽക്കാല യാത്രകൾ കുറഞ്ഞ ചെലവിൽ ആസൂത്രണം ചെയ്യാനും ഉപഭോക്താക്കൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ്. ഗ്രാമിന് 290 രൂപയും പവന് 2320 രൂപയുമാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,220 രൂപയും 1 പവൻ സ്വർണത്തിന് 1,13,760 രൂപയുമായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,685 രൂപയും പവന് 93,480 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 255 രൂപയിലാണ് വ്യാപാരം. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം.